Hello students, welcome back to this engineering mechanics subject. And I think this is the second session in our third module. So in the first session of this module, we have derived an equation for the centroid. Centroid. Centroid and equation so it will have two coordinates x bar and y bar. So x bar is nothing but sigma ai xi by total area A. Similarly, y bar is sigma ai yi by total area A, where ai and yi are nothing but the whole area is divided into small areas. So ai is I varies from 1 to n. If the total area is divided to n parts, the area of each section or each part is nothing but ai. അപ്പോൾ എ എന്ന് വെച്ചാൽ ഓരോ സ്മോൾ പാർട്ടിൻ്റെയും ഏരിയ ആണ്. അപ്പോൾ എ വൺ എന്ന് വെച്ചാൽ ഒന്നാമത്തെ പാർട്ടിൻ്റെ ഏരിയ, എ ടു എന്ന് വെച്ചാൽ രണ്ടാമത്തെ പാർട്ടിൻ്റെ ഏരിയ, എ എന്ന് വെച്ചാൽ nth പാർട്ടിൻ്റെ ഏരിയ. ആൻഡ് എക്സ് ഐ ആൻഡ് വൈ ഐ ആർ ദി കറസ്പോണ്ടിങ് കോർഡിനേറ്റ്സ് ഓഫ് ദോസ് പാർട്സ്. ഓക്കെ, അപ്പോൾ ഓരോ ഏരിയയുടെയും കോർഡിനേറ്റ്സ് ആണ് എക്സ് ഐയും വൈ ഐയും. അങ്ങനെയാണ് എക്സ് ബാറും വൈ ബാറും കണ്ടുപിടിക്കുക. ഇനി നമ്മൾ ഒരു യൂസ് ഓഫ് ആക്സിസ് ഓഫ് സിമ്മെട്രിയിലേക്ക് കടക്കാം. എന്താണ് ആക്സിസ് ഓഫ് സിമ്മെട്രി എന്ന് വെച്ചാൽ? നമുക്കറിയാം, സപ്പോസ് എൻ്റെ അടുത്തൊരു ഒരു ഏരിയ ഉണ്ട്. ഓക്കെ, ഒരു ഏരിയ ഉണ്ട്. ടേക്കിംഗ് ആൻ ആക്സിസ് അലോങ് ദിസ് ഏരിയ. സപ്പോസ് ദിസ് ഈസ് എക്സ് ആക്സിസ്, ദിസ് ഈസ് വൈ ആക്സിസ്. അപ്പോൾ ഈ ഏരിയ ഇങ്ങനെ, ഈ വൈ എന്നുള്ളത് ഒരു ആക്സിസ് ഓഫ് സിമ്മെട്രി ആണ്. സപ്പോസ് ഐ എം ടേക്കിംഗ് elemental area here and similarly another elemental area here. Suppose the distance from y axis to this area is x, and again to this side also it is x. രണ്ട് elemental ഏരിയയും ഈക്വൽ ഡിസ്റ്റൻ്റ് ആണ് ആക്സിസ്. സോ y can be considered as an axis of symmetry. അതായത് ഈക്വൽ ഡിസ്റ്റൻ്റ് ആണെങ്കിൽ y can be considered as axis of symmetry. എന്തുകൊണ്ടാണ്? കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും സെയിം ഡിസ്റ്റൻസ് ആണ്, ആക്സിസ് ഓഫ് സിമ്മെട്രി ആണ്. സപ്പോസ് ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഡബ്ല്യു ആണ്, ഇതിലും ആക്ട് ചെയ്യുന്നത് ഡബ്ല്യു ആണ്. അപ്പോൾ എലോങ് ബേസ്ഡ് ഓൺ ദിസ് പർട്ടിക്കുലർ ആക്സിസ്, സപ്പോസ് ഇത് 1, ഇത് 2. സോ സപ്പോസ് ഇത് W1, ഇത് W2. ഓക്കെ, അപ്പോൾ ഓക്കെ, നമ്മൾ വെയിറ്റിലേക്ക് പോകേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഏരിയ മൊമെൻ്റ് അല്ലേ കാണുന്നത്, ഏരിയയുടെ മൊമെൻ്റ് ആണ്. നമ്മൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അല്ല, സെൻട്രോയിഡ് ആണ്. അപ്പോൾ ഇത് സപ്പോസ് ഇതിൻ്റെ ഏരിയ A1, ഇതിൻ്റെ ഏരിയ A2, ഇത് x1, ഇത് x2. ഇഫ് x1 ഈസ് ഈക്വൽ ടു x2, y എന്താണ്? y ആക്സിസ് ഓഫ് സിമ്മെട്രി ആണ്, y ആക്സിസ് ഓഫ് സിമ്മെട്രി എന്ന് പറയാം. ആൻഡ് ഇഫ് A1 ഈസ് ഈക്വൽ ടു A2, അതായത് എന്താണ്, ഒരു ഈക്വൽ ഡിസ്റ്റൻറ്റ് ഫ്രം ദ ആക്സിസും ഈക്വൽ ഇൻ സൈസും ആണെങ്കിൽ നമുക്ക് മൊമെൻ്റ് ഓഫ് ഏരിയ എങ്ങനെ എഴുതാം? മൊമെൻ്റ് ഓഫ് ഏരിയ എന്ന് പറയുന്നത് എന്താണ്? A1 ഇൻറ്റു x1 ആണ്, മറ്റത് A2 ഇൻറ്റു x2 ആണ്. ഓക്കെ, സോ ദിസ് ഈസ് നത്തിങ് ബട്ട് മൊമെൻ്റ് ഓഫ് ഏരിയ. ബട്ട് A1 ഇൻറ്റു x1 will be equal to A2 into x2. കാരണം എന്താ? A1 is equal to A2 and x1 is equal to x2. അല്ലേ? So if we consider two elemental areas as shown in this figure, which are equal in size എന്ന് വെച്ചാൽ equal in area, A1 is equal to A2 and are equidistant from the axis, y axis. So that is x1 is equal to x2, but they are on either opposite sides, അപ്പുറത്തെ ഇപ്പുറത്തെ സൈഡിലാണ്. അപ്പോൾ നമ്മൾ സം ഓഫ് മൊമെൻറ്റ്സ്, ഇതിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് മൊമെൻ്റ് ഈ ആക്സിസിനെ ബേസ് ചെയ്തിട്ട് ചിലപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്കാണെങ്കിൽ ഇത് റൈറ്റ് സൈഡിലേക്കായിരിക്കും, ഇങ്ങനെ ആയിരിക്കും അല്ലേ? റൈറ്റ്. അപ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണെങ്കിലും ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും. അതുകൊണ്ട് A1 x1 പ്ലസ് A2 x2 വിൽ ബി ഈസ് ഈക്വൽ ടു 0.
or you can write sigma a1 sigma a1 ai xi, where I is equal to 1 to 2 will be equal to 0. ഇങ്ങനെ എഴുതാം അല്ലേ. സിഗ്മ ടോട്ടൽ മൊമെൻറ്റ്സ് ഓഫ് ഏരിയ 0 ആണെന്ന് എഴുതാം. ടോട്ടൽ മൊമെൻറ്റ്സ് ഓഫ് ഏരിയ ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം അല്ലേ. So similarly we can go on considering one area on one side of symmetric axis and corresponding image area on other side അല്ലേ. അങ്ങനെ ഇതിപ്പോൾ നമ്മൾ ഒരു 2 ഏരിയ മാത്രം എടുത്തു. അതുപോലെ നമുക്ക് ഇഷ്ടം പോലെ ഏരിയ ഈക്വി ഡിസ്റ്റൻറ്റിൽ ഈക്വൽ സൈസിൽ അപ്പുറം എടുത്തുകൊണ്ട് നിൽക്കുക അല്ലേ. അപ്പുറം എടുത്തുകൊണ്ട് നിന്നാൽ നിങ്ങൾക്ക് എന്ത് പ്രൂവ് ചെയ്യാൻ പറ്റും? സിഗ്മ എ എക്സ് ഐ 0 ആണെന്ന് തന്നെ പ്രൂവ് ചെയ്യാൻ പറ്റും. എബൌട്ട് സിമ്മെട്രിക് ആക്സിസ് ആണെങ്കിൽ സിഗ്മ എ എക്സ് ഐ 0 ആണെന്ന്. സോ യു ക്യാൻ ഗോ ഓൺ പ്രൂവിങ് ദാറ്റ് for symmetric axis, about symmetric axis. Symmetric axis ആണെങ്കിൽ ടോട്ടൽ മൊമെൻറ്റ് ഓഫ് ഏരിയ 0 ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും അല്ലേ. ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന 0 ആണെന്ന് നിങ്ങൾക്ക് കിട്ടും അല്ലേ. സോ ഹെൻസ് ദ ഡിസ്റ്റൻസ് ഓഫ് സെൻട്രോയിഡ് ഫ്രം ദ സിമ്മെട്രിക് ആക്സിസ് ഈസ് 0 അല്ലേ. സിമ്മെട്രിക് ആക്സിസ് നിന്ന് സെൻട്രോയിഡിലേക്ക് ഡിസ്റ്റൻസ് ആവുകൊണ്ട് നമുക്ക് സെൻട്രോയിഡ് എന്ന് പറയുന്നത് സെൻട്രോയിഡ് വിൽ ലൈ അതുകൊണ്ട് സിമ്മെട്രിക് സെൻട്രോയിഡ് വിൽ ലൈ ഓൺ വാട്ട് axis of symmetry. So the distance of centroid from the symmetric axis will be 0. That means centroid always lies on symmetric axis. അപ്പോൾ ഈ ഒരു ഐഡിയ നമുക്ക് എവിടെ അപ്ലൈ ചെയ്യാം? ഇപ്പോൾ സപ്പോസ് ഒരു സർക്കിൾ ആണെങ്കിൽ ഇതൊരു സർക്കിൾ, സപ്പോസ് ഇതൊരു സർക്കിൾ ആണെങ്കിൽ ലൈക്ക് ദിസ് വിൽ ഹാവ് എ സെൻറ്റർ. സോ അഗെയിൻ if this is the center, this is x axis, this is y axis. സെൻട്രോയിഡ് ഓഫ് ദ സർക്കിൾ എവിടെ ആയിരിക്കും? ഇറ്റ് വിൽ ബി ഓൺ ദി സെൻറ്റർ. ഇതായിരിക്കും സെൻട്രോയിഡ്. സി സെൻട്രോയിഡ് യു വിൽ മാർക്ക് ഇറ്റ് എസ് ജി. സെൻട്രോയിഡ് നമ്മൾ ജി വെച്ചിട്ട് ഡിനോട്ട്. സെൻട്രോയിഡ് ജി ആണ്. അപ്പോൾ ഒരു കാരണം എക്സ് ആക്സിസും ആക്സിസ് ഓഫ് സിമ്മെട്രി ആണ്, ഇതും ആക്സിസ് ഓഫ് സിമ്മെട്രി ആണ്. കാരണം എക്സിൻ്റെ അപ്പുറം സെയിം ആയിരിക്കും. അതേപോലെ വൈയും നമുക്ക് ആക്സിസ് ഓഫ് സിമ്മെട്രി ആയിട്ട് എടുക്കാം. അതുകൊണ്ട് രണ്ടും മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും ഏത്? സ്വാഭാവികമായിട്ടും സെൻട്രോയിഡ്. സോ സെൻട്രോയിഡ് ഓഫ് സർക്കിൾ ഈസ് അറ്റ് സെൻറ്റർ. Centroid of circle is at center. അല്ലേ. അപ്പോൾ നമുക്കൊരു സർക്കിളിൻ്റെ സെൻട്രോയിഡ് ആണ് എളുപ്പമാണ്, കാരണം അതിൻ്റെ സെൻറ്റർ തന്നെയാണ്. നമ്മളിത് സിഗ്മ എ എക്സ് ഐ ബൈ എ എന്നൊന്നും കാണേണ്ട ആവശ്യമില്ല. സിഗ്മ എ വൈ എ ഈക്വൽ ബൈ എ എന്നുള്ള 2 ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് കോർഡിനേറ്റ്സ് കാണേണ്ട ആവശ്യമില്ല. യു ക്യാൻ ഡയറക്ട്ലി get the value of a centroid of a center. How? Centroid of a circle. How? It is nothing but the center of that circle itself. അല്ലേ. സർക്കിളിൻ്റെ സെൻറ്റർ തന്നെയാണ്. എന്തോ അപ്പോൾ സപ്പോസ് ഒരു റെക്റ്റാങ്കിൾ ആണെങ്കിലോ, റെക്റ്റാങ്കിളിൻ്റെ സപ്പോസ് റെക്റ്റാങ്കിളിൻ്റെ സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്നതാണ് വൈ ആക്സിസ്. അതേപോലെ ലെങ്ത് വൈസ് എക്സ് ആക്സിസ് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സെൻറ്റർ ഉണ്ടാവുമല്ലോ. ഇതിൻ്റെ സെൻറ്റർ ആയിരിക്കുമല്ലോ ജി അല്ലേ. അപ്പോൾ ജിയുടെ ആക്സിസ് എന്ന് പറയുന്നത് ഈ സപ്പോസ് ഇതിൻ്റെ ബ്രെഡ്ത്ത് ബി ആണ്, ലെങ്ത്ത് എൽ ആണ്. അപ്പോൾ ജിയുടെ കോർഡിനേറ്റ്സ് ഏതൊക്കെ ആയിരിക്കും? ഒന്ന് L/2 ആയിരിക്കും അല്ലേ. എക്സ് ആക്സിസിൽ L/2 ആയിരിക്കും, കാരണം ഇതിൻ്റെ സെൻറ്റർ എല്ലിൻ്റെ നേരെ പകുതി ക്യാപിറ്റൽ എല്ലുണ്ട്. അപ്പോൾ ഇത് സ്മോൾ L/2, അതേപോലെ B/2. ഇതായിരിക്കും കോർഡിനേറ്റ്സ് ഓഫ് സെൻട്രോയിഡ്. L/2 B/2 ആയിരിക്കും കോർഡിനേറ്റ്സ് ഓഫ് സെൻട്രോയിഡ് അല്ലേ. എന്തുകൊണ്ടാണ്? കാരണം ഈ ഒരു ഡിസ്റ്റൻസ് എന്താണ്? L/2 ആണ്. ഈ ഒരു ഡിസ്റ്റൻസ് എന്താണ്? B/2 ആണ്. ഇതല്ലേ പോയിന്റ്. അപ്പോൾ B/2 L/2 എന്നുള്ള പോയിന്റ് ആയിരിക്കും അല്ലേ. B/2 L/2 എന്നുള്ള പോയിന്റ് ആയിരിക്കും. നമുക്ക് ഒരു സിമ്മെട്രിക്കലായിട്ട് കിട്ടുന്ന ഒരു കേസ് ഉണ്ടാവുമല്ലോ. നമുക്ക് സിമ്മെട്രി അക്വയർ ചെയ്യാൻ പറ്റുന്ന കേസസുകളിൽ നമുക്ക് ഡയറക്റ്റ് സെൻട്രോയിഡ് കാണാൻ പറ്റും. റൈറ്റ്.
പക്ഷെ എല്ലാ ഫിഗേഴ്സും അല്ലെങ്കിൽ എല്ലാ ഏരിയയും സിമെട്രിക് ആവണമെന്നില്ലല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരു ആക്സിസ് എടുത്താൽ സിമെട്രിക്കൽ ആക്സിസ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ we will have to go for the equation what x bar is equal to sigma a xi by a, y bar is equal to sigma a yi by a, right? അങ്ങനത്തെ സിമെട്രി ആക്സോസിമെട്രി ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വലിയ റിസ്ക് ഇല്ല അല്ലേ, ഈസി ആയിട്ട് നമുക്ക് സെൻട്രോയിഡ് കാണാൻ പറ്റും, റൈറ്റ്? ഓക്കെ, നൗ വി വിൽ മൂവ് ടു ഡിറ്റർമിനേഷൻ ഓഫ് centroid of some simple figures. ഒരു ട്രയാങ്കിളിൻ്റെ ഫസ്റ്റ് നമുക്കൊരു ട്രയാങ്കിളിലേക്ക് പോകാം. ഫസ്റ്റ് ഒരു ട്രയാങ്കിളിൻ്റെ എന്ത് ഒരു സെൻട്രോയിഡ് എവിടെയാണെന്ന് കാണാം. രണ്ട് സെമി സർക്കിൾ ഒന്ന് കണ്ടോ, സെമി സർക്കിൾ. നമുക്കറിയാം എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എ ഐ എക്സ് ഐ ബൈ എ, അതേപോലെ വൈ ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എ ഐ വൈ ഐ ബൈ എ. പക്ഷേ ഇത് സമ്മേഷൻ അല്ലേ, സിഗ്മ എന്ന് വെച്ചാൽ സമ്മേഷൻ. ഈ സമ്മേഷൻ തന്നെയാണ് എന്ത്, സമ്മേഷൻ്റെ ഒരു ഹയർ ഫോമാണ് ഇത്. ഹയർ ഫോമാണ് നിങ്ങൾ മാത്സ് പഠിച്ചിട്ടുണ്ടാവും, ഇൻ്റഗ്രേഷൻ. അപ്പോൾ എക്സ് ബാറിന് നമുക്ക് ഇങ്ങനെ എഴുതാം, ഇൻ്റഗ്രൽ എക്സ് ഡി എ ബൈ എ, ഇങ്ങനെ എഴുതാൻ പറ്റും. അതേപോലെ വൈ ബാർ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ വൈ ഡി എ ബൈ എ, ഇങ്ങനെ എഴുതാൻ പറ്റും. സമ്മേഷൻ്റെ ഒരു ഹയർ ലെവലാണ് ഇൻ്റഗ്രേഷൻ, കുറച്ചും കൂടെ ഫൈനായിട്ട്. അതായത് ഈ എലമെൻ്റൽ ഏരിയ വളരെ ചെറിയ, അതായത് എലമെൻ്റൽ ഏരിയ എ എന്നുള്ളത് ഒരു ഡി എ ആയിട്ട് എടുക്കും. ഡി എ എന്ന് വെച്ചാൽ വളരെ ഒരു ഇൻഫിനിറ്റ്മലി സ്മോൾ ഏരിയ ആയിട്ട് എടുക്കുമ്പോഴാണ് അതിനെ നമ്മൾ ഡി എ എടുക്കുക. അത് അപ്ലൈ ചെയ്തിട്ടാണ് എക്സ് ബാർ വൈ ബാർ നമ്മൾ കാണാൻ പോകും. ഓക്കെ, അപ്പോൾ സപ്പോസ് വി ഹാവ് എ ട്രയാങ്കിൾ ഹിയർ. ഒരു ട്രയാങ്കിൾ ഉണ്ട് എന്ന് വിചാരിക്കാം. ഇതിപ്പോൾ ഒരു സിമെട്രിക്കൽ ട്രയാങ്കിൾ ആണ്, എന്നാലും ഇത് സപ്പോസ് ഞാനിങ്ങനെ ഇതിൻ്റെ ബേസ് ബി ആണ് നിർത്തും, ബേസ് ബി. ഇതിൻ്റെ ഹൈറ്റ് എച്ച് ആണെന്ന് എടുത്തു, എച്ച്. സോ ഹൈറ്റ് ഈസ് എച്ച്. So this is triangle is named as ABC. Okay, so consider this triangle ABC of base width B, height H. അപ്പോൾ ഇതിൻ്റെ സെൻട്രോയിഡിൻ്റെ ഡിസ്റ്റൻസ് നമ്മൾ ലൊക്കേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ സെൻട്രോയിഡ് ലൊക്കേറ്റ് ചെയ്യണം ഫ്രം ദ ബേസ് നിന്ന് എവിടെയാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ചെറിയൊരു ഇൻഫിനിറ്റ്മൽ ഏരിയ, സ്മോൾ ഏരിയ, ഞാൻ വേറൊരു കളർ എടുത്തു. സപ്പോസ് ഞാൻ ഒരു ചെറിയൊരു ഏരിയ എടുത്തു, ചെറിയൊരു ഏരിയ. ഓക്കെ, ഇവിടെ അറ്റ് എ ഡിസ്റ്റൻസ് y1 ഫ്രം ദ ബേസ് എന്നൊരു y1 ഡിസ്റ്റൻസിലൊരു ഡി, ഇതിൻ്റെ ഏരിയ, ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് ഒരു ഡി വൈ തിക്നെസ്, സ്മോൾ തിക്നെസ് ഡി വൈ. ആ തിക്നെസ് ഞാൻ ഡി വൈ എന്ന് ഇട്ടു. ഇത് ഇ എഫ് എന്ന് നൊട്ടേറ്റ് ചെയ്തു, ഇ എഫ്. ഇതിൻ്റെ വിഡ്ത്ത്, ലെറ്റ് ഇറ്റ് ബി B1 എന്നുള്ള വിഡ്ത്ത്, തിക്നെസ് ഡി വൈ, അറ്റ് എ ഡിസ്റ്റൻസ് y1 ഫ്രം ദ ബേസ്. ഓക്കെ, സോ എലമെൻ്റൽ സ്ട്രിപ്പാണ്, ഒരു ഇൻഫിനിറ്റ്മലി സ്മോൾ സ്ട്രിപ്പ് അല്ലെങ്കിൽ എലമെൻ്റൽ സ്ട്രിപ്പ് ഓഫ് തിക്നെസ് ഡി വൈ അറ്റ് എ ഡിസ്റ്റൻസ് y ഫ്രം ദ ബേസ്. അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിൾ എ ഇ എഫ് ആൻഡ് എ ബി സി ഒന്ന് നോക്കി. ട്രയാങ്കിൾ എ ഇ എഫും ട്രയാങ്കിൾ എ ബി സി ഒന്ന് നോക്കി, രണ്ടും ഒന്ന് കൺസിഡർ ചെയ്യാം. ദേ ആർ സിമിലർ ട്രയാങ്കിൾസ്, റൈറ്റ്? ദേ ആർ സിമിലർ ട്രയാങ്കിൾസ് ആണ്. സിമിലർ ട്രയാങ്കിൾസിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് വെച്ചാൽ B1 by B ഈക്വൽ ടു എന്താണ്, അതായത് ഈ ഡിസ്റ്റൻസ് ബൈ ഈ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ഈ ഡിസ്റ്റൻസ് ബൈ ഈ ഡിസ്റ്റൻസ്. അതായത് B1 by B ഈസ് ഈക്വൽ ടു മുകളിലത്തെ ഈ പർട്ടിക്കുലർ ഡിസ്റ്റൻസ് എന്താണ്, എച്ച് മൈനസ് y1 അല്ലേ, ടോട്ടൽ ഇത് എച്ച് നിന്ന് y1 കുറച്ചാൽ ഇത് കിട്ടും. എച്ച് മൈനസ് y1 ബൈ ടോട്ടൽ ഡിസ്റ്റൻസ് എച്ച്.
അങ്ങനെയാണെങ്കിൽ B1 ഈസ് ഈക്വൽ ടു H മൈനസ് Y1 ബൈ H ഇൻറ്റു B എന്ന് എഴുതിക്കൂടെ അല്ലേ? B1 അപ്പോൾ Hനെ ഞാൻ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ H/H 1 അല്ലേ? അപ്പോൾ 1 മൈനസ് Y1 ബൈ H ഇൻറ്റു B എന്ന് എഴുതിക്കൂടെ? സിമിലർലി ഏരിയ ഓഫ് എലമെൻറ്റ് എന്തായിരിക്കും? ഏരിയ ഓഫ് ദ എലമെൻറ്റ് എന്തായിരിക്കും? അത് നമുക്കൊരു റെക്റ്റാങ്കിൾ ആയിട്ട് കൺസിഡർ ചെയ്യാം അല്ലേ? റെക്റ്റാങ്കിൾ, ദിസ് ക്യാൻ ബി കൺസിഡർ റെക്റ്റാങ്കിൾ. നിങ്ങൾക്ക് തോന്നും ഇതൊരു വളരെ ചെറിയ എലമെൻ്റൽ സ്ട്രിപ്പ് ആയതുകൊണ്ട് അതിനെ നമുക്ക് റെക്റ്റാങ്കിൾ ആയിട്ട് അസ്യൂം ചെയ്യാം. യു ക്യാൻ അസ്യൂം ഇറ്റ് ആസ് റെക്റ്റാങ്കിൾ. സോ റെക്റ്റാങ്കിളിൻ്റെ തിക്നെസ്, അതിൻ്റെ ഏരിയ DA ആണെങ്കിൽ DA ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? ലെങ്ത് B1 ഇൻറ്റു തിക്നെസ് dy തിക്നെസ് അല്ലേ? പക്ഷേ B1 നമ്മൾ ഓൾറെഡി 1 മൈനസ് Y1 ബൈ H ഇൻറ്റു B എന്ന് എഴുതി. 1 മൈനസ് Y1 ബൈ H ഇൻറ്റു B എന്ന് എഴുതി. ഇൻറ്റു dy ഉണ്ട് അല്ലേ? ഇൻറ്റു dy ഉണ്ട്. അപ്പോൾ ടോട്ടൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്താണ്? ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC എന്ന ട്രയാങ്കിൾ ഏരിയ എന്തായിരിക്കും? അത് ഏരിയ ഹാഫ് B ഇൻറ്റു H അല്ലേ? ഹാഫ് B ഇൻറ്റു H. ടോട്ടൽ ഏരിയ A ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് Y ബാർ എന്നുള്ളത് ഇൻ്റഗ്രൽ YdA ബൈ A എന്നല്ല എഴുതാം. ഇൻ്റഗ്രൽ YdA ബൈ A. അപ്പോൾ ഇൻ്റഗ്രൽ YdA എന്ന് വെച്ചാൽ മൊമെൻ്റ് ഓഫ് ഏരിയ ബൈ ടോട്ടൽ ഏരിയ. അപ്പോൾ Y ബാർ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ Y അല്ലേ? ആക്ച്വലി Y എന്നുള്ളത് ഇറ്റ് വിൽ വേരി എലോങ് Y ആക്സിസ്. ഇറ്റ് വിൽ വേരി ഫ്രം 0 to H ആണ്. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലിമിറ്റ് കൊടുക്കണ്ടേ? അത് 0 മുതൽ H വരെ. Y ആക്സിസിലെ ഡിസ്റ്റൻസ് 0 to H ആണ്. അങ്ങനെയാണെങ്കിൽ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ, നമുക്ക് ഇൻ്റഗ്രൽ YdA വേറെ തന്നെ എടുക്കും. ഇൻ്റഗ്രൽ YdA എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ 0 to H Y ഇൻറ്റു DA. DA എന്ന് വെച്ചാൽ എന്താ? 1 മൈനസ് Y1 ബൈ H ഇൻറ്റു B dy അല്ലേ? Y1 ഉണ്ട് അവിടെ. Y1 എന്നാണ് അടുത്ത്. Y1 എന്ന് എടുക്കേണ്ട ആവശ്യമില്ല. Y മതി കേട്ടോ. നമ്മൾ വേറെ Y ഇല്ലല്ലോ. ഒറ്റ Y അല്ലേ യൂസ് ചെയ്യുന്നില്ല. Y ഓക്കെ. അങ്ങനെയാണെങ്കിൽ Y ഇൻ്റഗ്രൽ ഇതൊന്ന് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ അറിയാം. ഇത് ഇൻ്റഗ്രേറ്റ് എങ്ങനെയാണ് ചെയ്യുക? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് Y മൈനസ് Y² ബൈ H ഇൻറ്റു B dy ഓക്കെ, ഇൻറ്റു B dy. ഇതിൽ B കോൺസ്റ്റൻ്റ് ആയിരിക്കുമല്ലോ. B കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമുക്ക് B പുറത്തേക്ക് എടുക്കാം. ഈസ് ഈക്വൽ ടു B പുറത്തേക്ക് എടുത്തു. ഇൻ്റഗ്രൽ 0 to H Y മൈനസ് Y² ബൈ H dy. ഇപ്പോൾ Yനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ Y² ബൈ 2, അതിൻ്റെ ലിമിറ്റ് 0 to H മൈനസ് Y³ ബൈ 3H ഇൻ്റഗ്രൽ 0 to H അല്ലേ? അപ്പോൾ ഈസ് ഈക്വൽ ടു B ഇൻറ്റു Y² ബൈ 2 വെച്ചാൽ Y 0 to H അല്ലേ? അപ്പോൾ H² ബൈ 2 0 കട്ടായി പോകും. അതേപോലെ മൈനസ് H³ ബൈ 3H ഇങ്ങനെ വരും. അപ്പോൾ B ഇൻറ്റു H² ബൈ 2 മൈനസ് H² ബൈ 3 വരും. ഈക്വൽ ടു ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇൻറ്റു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 2 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ 3H² മൈനസ് 2H² ബൈ 6 അടിയിൽ 6. സോ B ഇൻറ്റു H² ബൈ 6 എന്ന് വരും. എന്താണ്? Y ബാർ B ഇൻറ്റു H² ബൈ 6 എന്ന് വരും.
സോറി വൈ ബാർ അല്ല, ഇതെന്തായിരുന്നു? വൈ ബാർ അല്ല, നമ്മൾ കണ്ടുപിടിച്ചത് എന്തായിരുന്നു? ഇൻ്റഗ്രൽ വൈ ഡി ആണ്. ഇൻ്റഗ്രൽ വൈ ഡി എ, ഇൻ്റഗ്രൽ വൈ ഡി എ ഇങ്ങനെ വരും. ഇൻ്റഗ്രൽ വൈ ഡി എ. അപ്പോൾ ആക്ച്വലി വൈ ബാർ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ വൈ ഡി എ ബൈ ഏരിയയാണ്. സോ ഇറ്റ് ഈസ് ബി എച്ച് സ്ക്വയർ ബൈ 6 ഡിവൈഡ് ബൈ ഏരിയ ഹാഫ് ബി എച്ച് ആണ്, ഹാഫ് ബി എച്ച്. സോ ഇഫ് യു സോൾവ് ദിസ് യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് എച്ച് ബൈ 3. എച്ച് ബൈ 3 ബിയും ക്യാൻസൽ ആവും, എച്ച് സ്ക്വയർ ഒരു എച്ച് ക്യാൻസൽ ആവും, പിന്നെ ഹാഫും ഒരു 6ഉം ഉണ്ട്, 3 ആവും. സോ വൈ ബാർ ഇസ് എച്ച് ബൈ 3. y bar h by 3. Centroid of triangle is at a distance h by 3 from the base. അതായത് ബേസ് നിന്ന് h by 3. സപ്പോസ് ഈ ബേസ് നിന്ന് മുകളിലേക്ക് ഒരു എച്ച്, ഇത് ടോട്ടൽ ഡിസ്റ്റൻസ് എച്ച് ആണെങ്കിൽ ബേസ് നിന്ന് ഒരു എച്ച് ബൈ 3 എന്നുള്ള ഡിസ്റ്റൻസിലേക്ക്, ഇത് എച്ച് ബൈ 3 എന്നുള്ള ഡിസ്റ്റൻസിലേക്ക് സെൻട്രോയിഡ് ഉണ്ടാവുക. സെൻട്രോയിഡ്, ഓക്കെ, സെൻട്രോയിഡ്. നമുക്ക് സെമി സർക്കിളിൻ്റെ ഒന്ന് കണ്ടു നോക്കിയാലോ. സെമി സർക്കിൾ, സെൻട്രോയിഡ് ഓഫ് സെമി സർക്കിൾ. അപ്പോൾ ട്രയാങ്കിൾ കേസിൽ ഇത് വൈ ബാർ ആണ്. എക്സ് ബാർ എന്തായിരിക്കും? ബി ബൈ 2 സെൻറ്ററിലായിരിക്കും, ബിയുടെ നടുവിലായിരിക്കും അല്ലേ? അല്ല സോറി, അങ്ങനെയല്ല. അത് അതേപോലെ ഒരു ബേസ് ഏതാണ് എടുക്കുന്നത്, ആ ബേസിൻ്റെ മുകളിലേക്കൊരു ഹൈറ്റിൻ്റെ 1/3, അത് ഏത് ആക്സസ് അത് നമ്മൾ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും, അതെങ്ങനെയാണ് എടുക്കേണ്ടത് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. തൽക്കാലത്തേക്ക് h by 3, ബേസിൽ നിന്ന് h by 3 മുകളിലേക്ക്, അത്രയും കാണുന്നു. ബേസിൽ നിന്ന് h by 3 മുകളിലേക്ക്, ഓക്കെ, അത്രയും മനസ്സിലാക്കി നോക്കുക. എക്സ് ബാർ ഇതിലൊരു പെർട്ടിക്കുലർ കോർഡിനേറ്റ് കാണേണ്ട ആവശ്യമില്ല, എല്ലാം കാണേണ്ട ആവശ്യമില്ല. ബാക്കി അത് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഐ തിങ്ക് വിൽ ഗെറ്റ് എ ക്ലിയർ പിക്ചർ ഓഫ് ദാറ്റ്. ഓക്കെ, നൗ വിൽ മൂവ് ടു സെമി സർക്കിൾ. സെമി സർക്കിളിൻ്റെ എന്താണ് സെമി സർക്കിൾ? സർക്കിളിൻ്റെ നിങ്ങളെ സെൻറ്റർ ആണെന്ന് മനസ്സിലായി. സെമി സർക്കിൾ എന്തായിരിക്കും? സെമി സർക്കിൾ എന്ന് വെച്ചാൽ ലൈക്ക്, so this is a semicircle. This is y axis passing through the center. സെൻറ്റർ O ആണെന്ന് വിചാരിക്കുക. ഇത് O സെൻറ്റർ ആണ്, ഇത് എക്സ് ആക്സിസ് ആണ്. ഓക്കെ, നമ്മൾ എന്തായാലും എക്സ് ബാർ ഓലായിരിക്കും മനസ്സിലായി. വൈ ബാർ എവിടെയാണെന്ന് നമ്മൾ ഡിറ്റർമിൻ ചെയ്യണം. വൈ ബാർ എവിടെയാണ്? എക്സ് ബാർ വിൽ ബി അറ്റ് O 0, ഈ പോയിന്റിൽ തന്നെ ആയിരിക്കും, സെൻറ്ററിൽ തന്നെ ആയിരിക്കും. വൈ ബാറാണ് നമ്മളതിന് കാണേണ്ടത്, വൈ ബാർ. സോ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ റേഡിയസ് r ആണെന്ന് എടുത്തു. ഓക്കെ, ഡ്യൂ ടു സിമെട്രി സെൻട്രോയിഡ് മസ്റ്റ് ലൈ ഓൺ വൈ ആക്സിസ്. അല്ലേ, വൈ ആക്സിസിലാണ്, കാരണം എക്സ് ബാർ സെൻട്രലായതുകൊണ്ട് എന്തായാലും ഇത് വൈ ബാർ സെൻട്രോയിഡ് മസ്റ്റ് ലൈ ഓൺ വൈ ആക്സിസ്. പക്ഷേ അത് എവിടെയാണെന്ന് അറിയില്ല, അപ്പോൾ വൈ കോർഡിനേറ്റ് അറിയില്ല. അപ്പോൾ സോ വി ഹാവ് ടു ഫൈൻഡ് വൈ ബാർ കാണണം. So to find y bar, consider an element at a distance r from the center. ഒരു r ഡിസ്റ്റൻസിൽ ഒരു എലമെൻറ്റ് ഞാൻ ഇങ്ങനെ എടുത്തു, ഇങ്ങനൊരു എലമെൻ്റ് എടുത്തു. ദിസ് ഈസ് ഒരു വളരെ ചെറിയ എലമെൻ്റ് ആണെന്ന് വിചാരിക്കണം. അറ്റ് ആൻ ആംഗിൾ തീറ്റ, ഈ ആംഗിൾ തീറ്റയാണ് എടുത്തോ. ഓക്കെ, അപ്പോൾ ഈ സെക്ടറിൻ്റെ ആംഗിൾ, ഈ ആംഗിൾ ഇത് എന്താണ്, ഇതുണ്ടാക്കുന്ന സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ ഡി തീറ്റയാണ്. ദിസ് ആംഗിൾ ഇസ് ഡി തീറ്റ. ഓക്കെ, അതായത് ആ എലമെൻ്റ് ഉണ്ടാക്കുന്ന ആംഗിൾ ഡി തീറ്റ. ഇവിടെ നിന്ന് കുറച്ചും കൂടി ക്ലിയർ ആവാനുണ്ട്. അതായത് തീറ്റ എന്നുള്ളൊരു ആംഗിളിൽ ഇങ്ങനെ ഒരു ചെറിയൊരു സ്ട്രിപ്പ് എടുത്തു. ഓക്കെ, ഇതൊരു സ്ട്രിപ്പാണ്,
ഈ സ്ട്രിപ്പ് സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിളാണ് ഡി തീറ്റ. ഓക്കെ, സ്ട്രിപ്പ് സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിളാണ് ഡി തീറ്റ. ഈ ഡിസ്റ്റൻസ് ആറായിരിക്കും. ഇതെങ്ങനെ നോക്കിയാലും ആറായിരിക്കും. ടോട്ടൽ റേഡിയസ് 6. ആ സ്ട്രിപ്പിലേക്കുള്ള റേഡിയസ് സ്മോൾ ആറ്. സെമി സർക്കിളിൻ്റെ ഒറിജിനൽ റേഡിയസ് ക്യാപിറ്റൽ ആറ്. ഓക്കെ, ഇങ്ങനെയാണ്. ഈ സ്ട്രിപ്പിൻ്റെ തിക്നെസ് ഡി ആർ ആയിട്ട് എടുത്താൽ ഡി ആർ. സ്ട്രിപ്പിൻ്റെ തിക്നെസ് ഡി ആർ. ഓക്കെ, സോ ഏരിയ ഓഫ് എലമെൻ്റ് എന്തായിരിക്കും? എലമെൻറ്റിൻ്റെ ഏരിയ എന്ന് വെച്ചാൽ ഇതിൻ്റെ ലെങ്ത് ഇൻറ്റു തിക്നെസ് ആയിരിക്കുമല്ലോ. ഈ ലെങ്ത് എന്തായിരിക്കും? ലെങ്ത് ആർക്ക് ലെങ്ത് ആണ്. ആർക്ക് ലെങ്ത് എന്ന് വെച്ചാൽ തിക്നെസ് ഏരിയ ഓഫ് എലമെൻറ്റ് ഈസ് ഈക്വൽ ടു ആർക്ക് പറയുമ്പോൾ റേഡിയസ് ഇൻറ്റു സബ്റ്റൻഡഡ് ആംഗിൾ ആർ ഡി തീറ്റ. ഇതാണ് ആർക്ക് ലെങ്ത്ത്. അതാണ് അതിൻ്റെ ലെങ്ത്ത് ആർ ഡി തീറ്റ ഇൻറ്റു ഡി ആർ. കാരണം ഈ ഒരു ഏതാണ് ഈ ഡിസ്റ്റൻസ് ഇൻറ്റു ഈ ഡിസ്റ്റൻസ്, അതാണ് അതിൻ്റെ ഏരിയ. അത് റെക്ടാങ്കിളായിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഈവൻ ദോ ഇറ്റ് ഈസ് in a semicircle form, we are assuming it as a rectangle. So dr into r d theta ആയിരിക്കും അതിൻ്റെ ഏരിയ അല്ലേ. സോ മൊമെൻറ്റ് അബൌട്ട് ഡയമീറ്ററൽ ആക്സിസ് എക്സ് ഈസ് ഗിവൺ ബൈ മൊമെൻറ്റ് എന്ന് പറയുന്നത് ആർ ഡി തീറ്റ ഇൻറ്റു ഡി ആർ, ഏരിയ ഇൻറ്റു ആർ സൈൻ തീറ്റ അല്ലേ. കാരണം എന്താണ്? അതായത് മൊമെൻ്റ് എബൌട്ട് ഡയമീറ്ററൽ ആക്സിസ് എക്സ്, മൊമെൻ്റ് എബൌട്ട് എക്സ് ആക്സിസ്. അപ്പോൾ എക്സ് ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസ് ആർ സൈൻ തീറ്റ അല്ലേ. ഇതാണ് ആർ സൈൻ തീറ്റ എന്ന് പറയുന്നത്. ആർ സൈൻ തീറ്റ എന്നാൽ ഈ ഡിസ്റ്റൻസാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു ഡിസ്റ്റൻസ് എക്സ് ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ആർ ഇൻറ്റു സൈൻ തീറ്റ അല്ലേ. വൈ ആക്സിസിലേക്ക് ഡിസ്റ്റൻസ് ആർ കോസ് തീറ്റ, എക്സ് ആക്സിസിലേക്ക് ഡിസ്റ്റൻസ് ആർ സൈൻ തീറ്റ. അപ്പോൾ ആർ സൈൻ തീറ്റ ഇൻറ്റു ഏരിയയാണ് എന്ത് നമ്മളെ മൊമെൻറ്റ് അല്ലേ. മൊമെൻറ്റ് അങ്ങനെയാണെങ്കിൽ ടോട്ടൽ മൊമെൻറ്റ് ഓഫ് ഏരിയ എന്തായിരിക്കും? ടോട്ടൽ മൊമെൻറ്റ് ഓഫ് ഏരിയ എബൌട്ട് ഡയമീറ്ററൽ ആക്സിസ് ഓർ എക്സ് ആക്സിസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യേണ്ടി വരും? ഇതിപ്പോൾ ആർ സ്ക്വയർ സൈൻ തീറ്റ ഡി തീറ്റ ഡി ആർ ആയില്ലേ. ഡി തീറ്റ ഡി ആർ ടോട്ടൽ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക? അതിനെ 2 പ്രാവശ്യം ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. കാരണം അവിടെ ഡി തീറ്റയുണ്ട് ഡി ആറുണ്ട്. അപ്പോൾ 2 പ്രാവശ്യം. തീറ്റ 0 to 180 ആണ്, അത് പൈ. ആറ് സ്മോൾ ആർ 0 to ക്യാപിറ്റൽ ആർ ആണ്, ഇൻറ്റു ആർ സ്ക്വയർ സൈൻ തീറ്റ ഡി ആർ ഡി തീറ്റ ചെയ്താൽ മതി. അത് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ യു വിൽ ഗെറ്റ് സൈൻ തീറ്റേനെ നിങ്ങൾ റൈറ്റ് 0 to പൈ എവിടെ വെക്കാം. ഇനി 0 ആർ സ്ക്വയർ ഡി ആർ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ r³ വരും. r³ ഇൻറ്റു അത് ലിമിറ്റ് 0 to r ആണ്. പിന്നെ എന്തുണ്ട്? സൈൻ തീറ്റ ഡി തീറ്റ അങ്ങനെ ബാക്കിയുണ്ട്. സോ ഇറ്റ് വിൽ ബി 0 to പൈ R³ സൈൻ തീറ്റ ഡി തീറ്റ. ഇനി ഇസ് ഈക്വൽ ടു സൈൻ തീറ്റേനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? മൈനസ് കോസ് തീറ്റ കിട്ടും അല്ലേ. സോ r³ ഇൻറ്റു മൈനസ് കോസ് തീറ്റ 0 to പൈ ഉണ്ട്. സോ ഇറ്റ് വിൽ ബി r³ മൈനസ് കോസ് പൈ എന്താണ്? കോസ് 180 1 അല്ലേ. സോറി -1 അല്ലേ. -1 അല്ലേ. കോസ് 0 1 കോസ് 0 1 ആണ്. കോസ് 0 1 അതായത് മൈനസ് കോസ് പൈ മൈനസ് ഓഫ് മൈനസ് കോസ് 0 ഇങ്ങനെ വരും. കോസ് 0 ആണ്. അപ്പോൾ മൈനസ് കോസ് പൈ എന്ന് വെച്ചാൽ മൈനസ് ഓഫ് -1 അല്ലേ. -1 മൈനസ് ഓഫ് 1
അപ്പോൾ ഇത് ഈ പോസിറ്റീവാണ് വരിക. അപ്പോൾ 2 +1 + +1 2 വരും. സോ ഇറ്റ് വിൽ ബി 2r³/3 2r³/3. അപ്പോൾ നമുക്ക് കിട്ടിയത് മൊമെൻ്റ് ഓഫ് ഏരിയ ആണ് കിട്ടിയത്. അപ്പോൾ y ബാർ എന്നുള്ളത് മൊമെൻ്റ് ഓഫ് ഏരിയ ബൈ ടോട്ടൽ ഏരിയ ആണ്. മൊമെൻ്റ് ഓഫ് ഏരിയ ബൈ ടോട്ടൽ ഏരിയ. അപ്പോൾ 2r³/3 ബൈ ടോട്ടൽ ഏരിയ. സെമി സർക്കിളിൻ്റെ ടോട്ടൽ ഏരിയ എന്താണ്? ഇപ്പോൾ ½ πr² അല്ലേ. ഒരു സർക്കിളിൻ്റെ ഏരിയ πr², സെമി സർക്കിളിൻ്റെ ½ πr². അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 4r/3π എന്ന് കിട്ടും. അപ്പോൾ y ബാർ എന്നുള്ളത് 4r/3π. ഒരു സെമി സർക്കിളിലെ നമ്മളെ സെൻറ്റർ ഈ y ആക്സിസിൽ ഒരു 4r/3π എന്നുള്ളൊരു പോയിന്റിലായിരിക്കും ബേസ് എന്ന് സെൻട്രോയിഡ് ഉണ്ടാവും. ദിസ് ഈസ് ഹൗ യു ഫൈൻഡ് ഔട്ട് സെൻട്രോയിഡ്. താങ്ക് യു.